ലോകത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച പ്രസിദ്ധരായ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും എഴുത്തുകാരെയും അധ്യാപകരെയും ഒക്കെ നോക്കിയാൽ അവരൊക്കെ വളരെ ശാന്തതയോടെ, പ്രസന്നവദനായി, ലാളിത്യത്തോടെ ചുറ്റിലും മനുഷ്യ സ്നേഹം പരത്തി മുന്നേറിയവരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോസാപ്പൂക്കളും മുള്ളുകളും എന്ന പോലെ ദുഃഖങ്ങളും ആഹ്ലാദങ്ങളും ഒത്തുചേരുന്നതാണ് ജീവിതം. സ്നേഹത്തോടെ ഒരു വാക്ക്, കരുണയുടെ ഒരു നോട്ടം, ഹൃദയത്തിലെ സന്തോഷം മുഴുവൻ പ്രകടമാക്കുന്ന ഒരു മധുര പുഞ്ചിരി, ഇതുമതി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ. കൽക്കത്തയിലെ ഇരുളടഞ്ഞ തെരുവീതികളിൽ പുഴുവരിച്ചു കിടന്ന അശരണരെയും രോഗികളെയും മദർ തെരേസ മാറോട് ചേർത്ത് പുഞ്ചിരിച്ചപ്പോൾ ആ പാവം മനുഷ്യർ ദൈവത്തിന്റെ മുഖമാണ് അവിടെ കണ്ടത്. ഈ ലോകത്തിൽ ആരോരുമില്ലാത്തവരെയൊക്കെ നോക്കി നാം ഒന്ന് പുഞ്ചിരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര നന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പുഞ്ചിരിക്ക് വളരെ സ്ഥാനമുണ്ട്. വാടിക്കരിഞ്ഞ മുഖത്തോടെയല്ല, മറിച്ച് സദാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് നാം ലോകത്തെ അഭിമുഖീകരിക്കുക.